മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ കുർബാന തർക്കത്തിൽ PFI ഇടപെടൽ എന്ന ആരോപണത്തിൽ അന്വേഷണം വേണമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിന്റെ പ്രസ്താവന അതീവ ഗൗരവം ഉള്ളതാണ്. ആരാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് എന്നും എന്തൊക്കെ തെളിവുകൾ ലഭിച്ചുവെന്നും ആൻഡ്രൂസ് താഴത്ത് വെളിപ്പെടുത്തണമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത ആവശ്യപ്പെടുകയാണ്. സഭാതലത്തിൽ അന്വേഷണം വേണമെന്നും ആവശ്യമുണ്ട്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, നേരത്തെ ഇതേ ഗൗരവത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ വാർത്ത കൈകാര്യം ചെയ്തതും. കാരണം PFI ക്രൈസ്തവ വിഭാഗത്തിലടക്കം നുഴഞ്ഞു കയറുകയും അവിടെ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന പരാമർശമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഏത് തരത്തിലുള്ള വ്യക്തതയാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഇക്കാര്യത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുമതല വഹിച്ചിരുന്ന സമയത്ത് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അപ്പോൾ ഈ കുർബാന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ തർക്കങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിനും പരിചിതമായ സാഹചര്യങ്ങളുണ്ട്. പിന്നീട് അദ്ദേഹം ഈ ചുമതലയിലില്ല. അദ്ദേഹം മറ്റ് രൂപതകളുടെ ചുമതലയിലേക്ക് അടക്കം മാറുന്നു. ഇപ്പോൾ പുതിയ അഡ്മിനിസ്ട്രേറ്റർ അടക്കം ഇവിടേക്ക് വരികയും എല്ലാം തന്നെ ചെയ്യുകയും ചെയ്ത സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന എന്നെല്ലാം തന്നെ പറയുന്നത്, ഇതിൽ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഒരു വെളിപ്പെടുത്തൽ തന്നോട് നടത്തിയിരുന്നു. ഇതിൽ ഈ കുർബാന തർക്കത്തിലടക്കം ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെതായ ഒരു ഇടപെടൽ ഇക്കാര്യങ്ങളിൽ ഉണ്ടായി എന്നതെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ല. ചില ഇടപെടലുകൾ നടന്നതായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതായാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ സഭയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക് വഴിവെച്ചിരിക്കുന്നു എന്നതാണ്. കാരണം അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയേണ്ടതാണ് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു ആവശ്യവുമായിട്ട് വാർത്താക്കുറിപ്പ് ഇറങ്ങിയിരിക്കുന്നത്. അതിൽ പറയുന്നത്, എറണാകുളം അങ്കമാലി അതിരൂപത പറയുന്നത്, ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെ ഈ രീതിയിലുള്ളൊരു പ്രസ്താവന അത് നിസ്സാരമായി കാണാനാവില്ല. അതീവ ഗൗരവ സ്വഭാവമുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാകണം. ഏത് ഉദ്യോഗസ്ഥനാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞത് എങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹം നിയമ സംവിധാനത്തിന് മുന്നിൽ വെളിപ്പെടുത്തണം. വെറുതെ കാര്യങ്ങൾ പറഞ്ഞു പോകാൻ ആവരുത്. കാരണം ഒരുപാട് പേര് അത് സംശയത്തിൻ്റെ മുൻപിലേക്കും എല്ലാം തന്നെ എത്തുകയാണ്. മതേതരത്വമായ ഒരു രാജ്യത്തിൻ്റെ ഈ ബഹുസ്വരതയെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്കാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുക. അതുകൊണ്ട് കുറ്റവാളികൾ ഉണ്ടെങ്കിൽ അത് അങ്ങനെ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയും, ശിക്ഷിക്കപ്പെടുകയും എല്ലാം തന്നെ വേണം. അതുകൊണ്ട് മാർ ആൻഡ്രൂസ് താഴത്ത് ഇക്കാര്യത്തിൽ തനിക്കറിയാവുന്ന കാര്യങ്ങൾ വ്യക്തമാക്കണമെന്നതാണ് എറണാകുളം അങ്കമാലി അതിരൂപത ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ ആർച്ച് ബിഷപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തി ഒരു സുതാര്യത ഉറപ്പാക്കണം. ആരാണ് ഇടപെട്ടിട്ടുള്ളത്, എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഏത് ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നതടക്കം പൊതുസമൂഹത്തോട് പറഞ്ഞില്ലെങ്കിൽ ഇവിടുത്തെ നീതിന്യായ സംവിധാനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാകണമെന്നത് എറണാകുളം അങ്കമാലി അതിരൂപത തന്നെ ഇത് ആവശ്യപ്പെടുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അത് ആർച്ച് ബിഷപ്പിനോട് തന്നെ ഇതിൽ ഇപ്പോൾ ഉയർന്നിട്ടുള്ള വിവാദങ്ങളിൽ അദ്ദേഹം കൃത്യമായി പ്രതികരിക്കണം. ഇത് രാജ്യത്തെ നിയമ സംവിധാനത്തെ ബഹുമാനിച്ചുകൊണ്ട് ആ നിയമ സംവിധാനങ്ങളോട് പറയണം എന്നതാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വെറുതെ പറഞ്ഞു പോകാനായിട്ട് ഇതിൽ വെറുതെ ഒരു പ്രസ്താവന നടത്തി പോകാൻ പറ്റുന്നതല്ല. ഇതൊരു ഗൗരവമേറിയ വിഷയമാണ്. ആർച്ച് ബിഷപ്പ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രതികരിക്കണമെന്നതാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാനി ഇപ്പോൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.